ഭാരതത്തിലുടനീളമുള്ള പ്രാദേശിക പാചകരീതികളിൽ വളരെക്കാലമായി ഉപയോഗിക്കുന്ന വളരെ പ്രചാരമേറിയ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. എന്നാൽ ഭക്ഷണത്തിൽ വെറും സുഗന്ധം പരത്തുന്നതിനേക്കാൾ ഉപരി ഇവയ്ക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ജാതിക്ക കുരുവും ജാതിക്ക പത്രിയും ജാതിക്കയുടെ പുറന്തോടും ജാതിക്ക ഇലയും വരെ ഗുണമുള്ളവയാണ്. ജാതിക്കയുടെ പുറന്തോട് ഉപയോഗിച്ച് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ജാതിക്ക ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. പേശിവേദനയും സന്ധിവേദനയും കുറയ്ക്കാനും ഇവ സഹായിക്കുന്നുണ്ട്. ജാതിക്കയിൽ അടങ്ങിയിരിക്കുന്ന മാംഗനീസ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ഇവ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ജാതിക്ക തോടിനകത്തു നിന്നും ജാതിക്ക കുരു മാറ്റിയെടുക്കണം. ഈ ജാതിക്ക കുരുവിൽ നിന്നും നമുക്ക് ജാതിക്ക തൈലം കിട്ടുന്നുണ്ട്. ഈ തൈലം ഒരു വേദന സംഹാരി കൂടിയാണ്. ഈ കുരു മാറ്റിയെടുത്ത് പുറന്തോട് ഒന്ന് ചെറുതായി ചീകിക്കളയണം. കടയിൽ നിന്നോ മറ്റോ മേടിച്ചാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെത്തി കളയുന്നത് നല്ലതായിരിക്കുമേ. ഇത് പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ചീകിയെടുക്കുന്നത്. എല്ലാത്തിനെയും പുറന്തോടൊന്ന് ചീകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിയണം. നമ്മൾ മാങ്ങ അരിയത്തില്ലേ അച്ചാറിടാനായിട്ട്, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിയണം. ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാതിക്ക ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ആ വെള്ളം ഇരുന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് അങ്ങ് ഊറ്റിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാമായിരുന്നു, ഞാൻ ഉപ്പ് ഇടാൻ മറന്നുപോയതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ വേഗം എളുപ്പം കിട്ടും. ഇതുപോലെ വെന്തിട്ടുണ്ടാവും ജാതിക്ക. ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതെന്ന് നോക്കാം. 8 മുതൽ 10 അല്ലി വരെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില അടർത്തിയെടുത്തത്, കുറച്ച് കായം ചേർക്കണം. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ, 3 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരി. ഇനി ഉണ്ടാക്കുന്ന രീതി നോക്കാം. പാത്രം ചൂടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത്. എനിക്കിപ്പം നല്ലെണ്ണ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. ഇനി എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുകിടാം. 1 സ്പൂൺ കടുക് മതിയാവും. ഇനി കടുക് പൊട്ടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഉലുവ കൂടി ചേർക്കാം. വിനാഗിരി ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. അത് വെളിയിലൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കടുകും ഉലുവയും പൊട്ടുനിന്ന് കാണുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് മൂക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് നന്നായി മൂക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാവേ. ഉപ്പ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയിൽ ഇഞ്ചിയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. മൂക്കും വരേക്കും ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കിയുള്ള പൊടി ഐറ്റംസ് ചേർക്കുന്നത്. ഇനി മുളക് പൊടി ചേർക്കാം. 3 സ്പൂൺ മുളക് പൊടി ചേർക്കണം. തീ കുറച്ചിട്ടിട്ട് മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം മൂക്കും വരേക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കായപ്പൊടിയും കൂടെ ചേർക്കാം. രണ്ടും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചപ്പ് മാറും വരെ വയ്ക്കുക. അത് ഇഞ്ചി ജാതിക്കത്തൊണ്ടോ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. നമ്മൾ എരിവ് എല്ലായിടത്തും പടരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കുന്നത്.
മുമ്പ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർക്കാത്തവർ ഇപ്പം നമുക്ക് ഉപ്പ് ചേർക്കാം. അല്ലെങ്കിൽ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മതി. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലാഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പം ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് അതൊന്നുകൂടി ഒന്ന് ഇളക്കുക. ഇളക്കി ഒന്ന് എല്ലായിടത്തും ഒന്ന് ഉപ്പ് പിടിക്കും വരെ, ഉപ്പും എരിവും എല്ലാം പിടിക്കും വരെ ഒന്ന് ഇളക്കണം. ഇനി വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം മതിയാവും. ഒന്ന് ഇളക്കാം. എല്ലായിടത്തും ഒന്ന് പടരാൻ വേണ്ടിയാണ്. കൂട്ടി വെച്ചിട്ട് ഇത് ഈ വെള്ളത്തിൽ തന്നെ ഇരുന്ന് വേകാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. പാകമായിട്ടുണ്ടാവും ഇപ്പം. ആ സമയത്ത് ഗ്യാസ് ഓഫാക്കി നമുക്ക് വിനാഗിരി ചേർക്കാം. മുമ്പ് പറഞ്ഞവരെ വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കുന്നതായിരിക്കും നല്ലത്. കുറേ ദിവസം ഇരുന്നോളുമല്ലോ. ഒരു 3 സ്പൂൺ വിനാഗിരി മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്കത് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിക്കാൻ നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും ബൈ.